നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും. അതുപോലെ പുറത്തേക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തലയും വാലും കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെമ്മീനാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 തവണയൊന്ന് ഒലച്ച് കഴുകിയെടുക്കണം. കാരണം ഇതിൽ മണ്ണും മണലൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി അതല്ല, അതിന് സമയമില്ലെങ്കിൽ നമുക്ക് വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുത്താൽ മതി. ഞാനിപ്പോൾ ചെമ്മീൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വെക്കാത്തത് കൊണ്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ എണ്ണ മതിയാകും. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കളയാനായിട്ട് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചമ്മന്തിപ്പൊടിക്ക് എപ്പോഴും എണ്ണയിലിട്ടിട്ടൊന്ന് ചെമ്മീൻ വറുത്ത് കോരി എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക, വെറുതെ ഫ്രൈ ആക്കി എടുക്കുന്നതിനേക്കാളും. എന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ ഒഴിക്കണ്ട കേട്ടോ. കൂടുതൽ എണ്ണയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് അരഞ്ഞു പോകും എണ്ണയായിട്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ചെമ്മീനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എണ്ണ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചെമ്മീൻ എടുത്തിട്ടൊന്ന് പൊടിക്കുന്ന സമയത്ത് പൊടിയുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ കോരുന്ന സമയത്ത് ചെമ്മീൻ നന്നായിട്ട് പൊടിയൊന്നുമില്ല കേട്ടോ. എണ്ണയിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടാവും. ആ ഒരു പാകം വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇനി മുളകും തേങ്ങയൊക്കെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടി ഒന്ന് പാത്രം കഴുകിയതിന് ശേഷം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ടീസ്പൂണൊക്കെ എണ്ണ മതിയാകുക. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇത്രയും മുളക് ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് വേണ്ട വരുവേ. മുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ തേങ്ങ ഒന്ന് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ ഒരേ കനത്തിലല്ല ചിരകിയിരിക്കുന്നതെങ്കിൽ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒറ്റ തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഒരേപോലെ കിട്ടും. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഒരേ സമയത്ത് ഒരേപോലെ മൂത്ത് വന്നോളും. തേങ്ങ ഇറങ്ങിയത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 10 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നല്ലോണം മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ തേങ്ങേൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. തേങ്ങ കുറച്ചൊന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. എണ്ണ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഏതാണ്ട് ആയി വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിലും പുളിയിലൊക്കെ ചെറിയൊരു വെള്ളമയം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. വാളംപുളിയാണ് ചേർക്കുന്നത്. ഒരു 7 ഗ്രാമൊക്കെ ഉണ്ടാവുക ഈ പുളി. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ തേങ്ങയിലേക്ക് ഈ പുളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനും എളുപ്പമുണ്ടാകും. തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആദ്യം മുളകൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് പൾസ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒറ്റ കറക്കലിന് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കരുത്. പൾസ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ ചമ്മന്തി പൊടിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ അരഞ്ഞിട്ട് നമ്മൾ കറിക്കൊക്കെ അരക്കില്ലേ, അതുപോലെ അരഞ്ഞു പോവുക എണ്ണമയം കൊണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പൾസ് ചെയ്തിട്ട് മാത്രം അടിച്ചെടുക്കുക. എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അടിച്ചെടുക്കുമ്പോഴും ചെറിയൊരു ചൂടുണ്ടാവുക, ജാറിന്റെ ചൂട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ പാകാണെന്ന് നോക്കണം. പുറമേ ഉള്ളവർക്കൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. കുപ്പിയിലിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ചമ്മന്തിപ്പൊടി എണ്ണയില്ലാതെ തന്നെ ചെമ്മീനും തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് എണ്ണ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്.
എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തോ കേട്ടോ. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.